ഹായ്, ഞാൻ ദീപ. ഇന്നിപ്പോൾ ഒരു ചെറിയ വ്ലോഗാണ്. ഇതിപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 21 മെയ്. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് 3:30 അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് റൂട്ട് കനാലിൻ്റെ ഒരു ചെറിയ പ്രൊസീജിയറും കൂടെ ഉണ്ടായിരുന്നു. ക്രൗൺ കട്ടിംഗ് എന്ന് പറയും. അതായത് നമ്മൾ റൂട്ട് കനാൽ ചെയ്ത പല്ലിന് ഒരു ക്യാപ്പ് ഇടും. അപ്പോൾ ആ ക്യാപ്പ് ഇടണമെങ്കിൽ അതിന് മുന്നേ പല്ലിൻ്റെ അളവൊക്കെ എടുക്കണം. അപ്പോൾ ആ അളവെടുക്കുന്നതിൻ്റെ ഒരു ചടങ്ങെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മണിക്കൂർ നീണ്ടൊരു ചടങ്ങായിരുന്നു. അപ്പോൾ 2 മണിക്കായിരുന്നു എനിക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് രാവിലെ അത്യാവശ്യം പണികളെല്ലാം തീർത്തേച്ച് ഞാനൊരു 1:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കത്തേക്ക് ഊണ് പിള്ളേർക്ക് കൊടുക്കാനുള്ളതൊക്കെ ബിജുനെ ഏൽപ്പിച്ച് വെച്ചാൽ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ 3:30 ആയ സ്ഥിതിക്ക് അവരൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് കാണും. ഇനി ഞാൻ ചെന്നിട്ട് വേണം എൻ്റെ ഊണും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പം ഇവർ അളവെടുത്ത് ഇത് അയച്ച്, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് താമസമാണെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇത് വരാനായിട്ട്, ഈ ക്യാപ്പ് വരാനായിട്ട്. അപ്പം അത് ഇനി കുറച്ച് നാളും കൂടെ എടുക്കും. അപ്പോൾ ഇപ്പം എന്നെ റൂട്ട് കനാൽ ചെയ്തിട്ട് ഏതാണ്ട് 3 മാസത്തോളമായി. മാർച്ചിൽ റൂട്ട് കനാൽ ചെയ്തതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസമായിട്ട് ഞാൻ ഇടതുവശത്താണ് റൂട്ട് കനാൽ ചെയ്തത്. അപ്പം ആ ഭാഗത്തിട്ട് കടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വലതുവശത്തിട്ട് ചവച്ചുകൊണ്ടിരിക്കുക. ഒരു സൈഡ് തേഞ്ഞെന്ന് തന്നെ പറയാം. അപ്പം ഞാൻ വീടെത്തി. ഇപ്പോൾ വീട്ടിൽ പിള്ളേർ കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. ഇനി ഞാൻ ചോറുണ്ണട്ടെ. ഇപ്പോൾ മുട്ട അടിച്ചതുകൊണ്ട് അന്നയ്ക്ക് വീഡിയോസിലൊന്നും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് 1-2 വ്ലോഗൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും അന്ന പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുട്ടത്തല കാണിക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം 2 പേരുടെയും തലയിൽ ഇച്ചിരി കുറ്റിമുടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിടത് ഇച്ചിരി കൂടെ പെട്ടെന്ന് വളർന്നു. അന്നയുടേത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. എന്നാലും ഇതിപ്പം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ബോയ്ക്കട്ട് ലുക്കൊക്കെ ആയിക്കോളും. അപ്പോൾ അന്നയ്ക്ക് ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുന്ന കണ്ടപ്പോഴേ അവൾ തലോണയൊക്കെ വെച്ച് അവളുടെ തല മറച്ചു കളഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ 11-11:30 ആയപ്പോഴത്തേക്ക് അരച്ച് വെച്ചതാ. അപ്പത്തിനും പിന്നെ ദോശയ്ക്കും മാവ് അരച്ച് വെച്ചതാ. അപ്പം ഞാൻ എങ്ങനെയൊക്കെ അപ്പം ഉണ്ടാക്കിയാലും ശരിയാവത്തില്ല. ഈ പിള്ളേർ പറയും അമ്മച്ചിയുടെ അപ്പമാണ് നല്ലത്. ദോശ ഉണ്ടാക്കിയ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മച്ചിയുടെ അപ്പമാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ബഹളമായിരുന്നു. അപ്പം ഞാൻ പഠിച്ച പണി 18 നോക്കി അമ്മച്ചി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ പല രീതിയിലൊക്കെ നോക്കിയിട്ടും ശരിയാവുന്നില്ലായിരുന്നു. അപ്പം ഈ ഇടയ്ക്ക് അനൂസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതിൽ അനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ എങ്ങനെ അരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനു പറയുന്നുണ്ട് ഇങ്ങനെ തേങ്ങായും പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ ഇട്ടിട്ട് എങ്ങനെ അരയ്ക്കണം എന്ന്. അതുപോലെ തന്നെ ദോശയ്ക്കും അരയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഇപ്പം അരച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസത്തേക്ക് അപ്പത്തിനായാലും ദോശയ്ക്കായാലും അരച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും. ആവശ്യത്തിന് എടുക്കാം. അപ്പം നല്ല രീതിയിൽ വരും, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം. ദോശ ഓൾമോസ്റ്റ് എനിക്ക് പണ്ടും നന്നായിട്ട് വരാറുണ്ടായിരുന്നു. എന്നാലും ഇച്ചിരി ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിരുന്നു. പക്ഷേ അനുവിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ വെച്ച് നോക്കുമ്പം, ആ പ്രൊപ്പോർഷൻ വെച്ച് ചെയ്യുമ്പം ഇപ്പോൾ ഉഴുന്നിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ അപ്പമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അത് ഞാൻ അനുവിനെ വിളിച്ച് പറയുകയും ചെയ്തു. അത്രയ്ക്ക് എനിക്ക് അങ്ങ് ഭയങ്കര ഹാപ്പിയായെന്ന് വേണം പറയാൻ. ഇത്രയും സോഫ്റ്റായിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനത് അമ്മച്ചീനെയും വിളിച്ച് പറഞ്ഞു. കാരണം അമ്മച്ചി ഉണ്ടാക്കുമ്പം കപ്പിയും കാച്ചത്തില്ല, തേങ്ങ അരയ്ക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. സാധാരണ ചോറും അരിയും മാത്രം ഇട്ട് ഈസ്റ്റ് മാത്രം ഇട്ടാണ് അമ്മച്ചി അരയ്ക്കുന്നത്. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, തേങ്ങയല്ല, എന്തിട്ട് അരച്ചെന്ന് പറഞ്ഞാലും കപ്പി കാച്ചി എന്ന് പറഞ്ഞാലും എൻ്റെ അപ്പം ശരിയാവത്തേ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ അനുവിൻ്റെ വീഡിയോയിൽ പറയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി വെച്ച് എനിക്കത് ഭയങ്കര കറക്റ്റായിട്ട്. ഇതിപ്പോൾ 4-4 പ്രാവശ്യം കേട്ടോ. 4 പ്രാവശ്യം അരച്ച് വെച്ചേക്കും. അപ്പോൾ 3 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും കറക്റ്റായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെ എനിക്ക് വന്നേ. അപ്പം അത് ഞാൻ എന്തായാലും പറഞ്ഞില്ലേ, വളരെ മോശമായിരിക്കും. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ശരിയായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അനൂസ് കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം അത്രേ ഉള്ളൂ.
അപ്പോൾ അത് ഒന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്താ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ആനി ഓൾറെഡി ഊണൊക്കെ കഴിഞ്ഞാണ്, പിന്നെ എൻ്റെ പങ്ക് മേടിക്കാൻ എന്താ വന്നേക്കുക കണ്ടോ. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് പതുക്കെ ആമസോണിൽ നിന്ന് സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഈ മറ്റേ ഷോപ്പഹോളിക്കോ എന്താ പറയുന്നത്, ഈ ഷോപ്പിംഗ് ഭ്രമമുള്ള ആൾക്കാരെ എന്താ പറയുന്നത്, അത് വെളിയിൽ ചാടിയെന്ന് വേണം പറയാൻ. ഒത്തിരി സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. പണ്ട് ബുക്കുകളായിരുന്നു ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ അത്യാവശ്യം ബുക്കിനോടുള്ള ഇത് തീർന്നു. കാരണം ഇപ്പം എനിക്ക് വായിക്കാനായിട്ട് അധികം സമയമില്ലാത്തതുകൊണ്ട് ബുക്ക് നിർത്തിയിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു മസാല ബോക്സാണ് കേട്ടോ. അതും ഇപ്പോൾ ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ട് ഒരു ഇഷ്ടം തോന്നി വാങ്ങിച്ച് നോക്കിയതാണ്. അത് തടിയുടെ ഉണ്ട്, അല്ലാതെ സ്റ്റീലിൻ്റെ ഉണ്ട്. അതൊക്കെ ഭയങ്കര വിലയാട്ടോ, 700, 1000 അങ്ങനെ ഭയങ്കര ഹൈ റേഞ്ചൊക്കെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ് വാങ്ങിച്ചത്. പ്ലാസ്റ്റിക് അധികം വാങ്ങിക്കാൻ പാടില്ലെന്നൊക്കെയാണ്, എങ്കിലും ഇത് എനിക്ക് തോന്നുന്നു 200-300 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എങ്ങനെയാണ്. ഓരോ പ്രാവശ്യം എല്ലാ കുപ്പിയും എടുത്ത് തുറക്കണ്ട, പിന്നെ മസാലയുടെ ആ ഒരു ഗുണമൊന്നും പോകണ്ട എന്ന് വെച്ചിട്ട് മസാല ബോക്സ് എങ്ങനെ ഇരിക്കും. ഇതെനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യക്കാരധികം യൂസ് ചെയ്യുന്നത് മസാല ബോക്സിൽ. ഇവിടെ കേരളത്തിലൊന്നും അധികം ഞാനിങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ പലരും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്യാം, അങ്ങനെ വാങ്ങിച്ചാൽ കേട്ടോ. പക്ഷേ ഇതിപ്പം ഈ പിള്ളേർ കളിക്കാൻ കൊണ്ടുപോയി. അത് പിന്നെ അത് കളിച്ചിനി ഇതിൻ്റെ ഓരോരോ നട്ടും ബോൾട്ടും ഒക്കെ പലയിടത്തു നിന്നായിട്ട് പെറുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അൺബോക്സിങ് കൂടെ നടത്തി കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞു. ഇപ്പം സമയം 4:15 കഴിഞ്ഞു. ഇനി ആണ് ഇപ്പോൾ ഊണെല്ലാം കഴിഞ്ഞു, പിള്ളേരെ ഒരുവിധം സെറ്റ് ചെയ്തു. ഇനി വേണം എൻ്റെ കുറച്ച് ജോലികളിലേക്ക് കിടക്കാനായിട്ട്. അപ്പം ഇപ്പം ലോക്ക്ഡൗണിന് ശേഷം എനിക്കൊരു 6 ഓർഡേഴ്സോളം കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണം മാത്രമേ ഞാൻ പോയി തുണി എടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഒന്നെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ വെച്ചും പിന്നെ അല്ലാണ്ട് ബാക്കിയുള്ളത് കസ്റ്റമേഴ്സ് തന്നെ തുണി എടുത്തിട്ട് വന്നതാണ്. അപ്പം ഇത് അടുത്ത ആഴ്ച കൊടുക്കാനുള്ളൊരു ഓർഡറാണേ. ഇത് അടുത്ത ആഴ്ച കൊടുക്കാൻ, ഇത് കസ്റ്റമർ തന്നെ എടുത്തിട്ട് വന്ന തുണിയാണ്. ഇത് 1 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു കുർത്ത, 1 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ കുർത്തയാണ്. അതിലിതാ എംബ്രോയിഡറി കാണാൻ പറ്റുന്നുണ്ടോ, വേണ്ട എംബ്രോയിഡറി, ഒരു മയിൽപ്പീലി, പിന്നെ ഇവിടെ എല്ലാം എന്താണ് ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ളി ഇനി മുത്ത് പിടിപ്പിക്കാനുണ്ട്. പിന്നെ ഈ വന്നേക്കുന്ന ഹുക്ക് വന്നേക്കുന്ന ആ ഭാഗത്തെല്ലാം, ഓപ്പണിങ് വരുന്ന ഭാഗത്തെല്ലാം ഇനി ചെറിയ ബട്ടൺ പോലെ പിടിപ്പിക്കണം. പിന്നെ ഇതിൻ്റെ എന്താണ് പൈജാമ എന്നല്ലേ പറയുന്നത്, അത് ഒരു കാൻഹ പൈജാമ അങ്ങനെ എന്തോ പറയും. അതിന് തയ്ക്കണം. അപ്പൊ അത് തയ്ക്കാനായിട്ട് അവർ മെറ്റീരിയൽ എടുക്കും. ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇത് വെച്ചിട്ട് തലയിൽ തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം തയ്ച്ച് കഴിയുമ്പോൾ ഞാൻ അതിന്റെ വീഡിയോ ഇടാം. വീഡിയോ അല്ല, അതിന്റെ ഫോട്ടോ ഇടാം. കാരണം വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് ഇത് ഞാൻ ചൂടല്ല, ഇത് വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനേ നെറ്റ് നോക്കി, ഒത്തിരി ഹിന്ദിക്കാരുടെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അവരുടെ ഇത് നോക്കി യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ ഇത് തയ്ച്ച് സെറ്റ് ആക്കുന്നത്. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ ഇതിന്റെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ചെയ്തു വരുമ്പം തെറ്റിപ്പോകും. അപ്പൊ ഒത്തിരി പേര് ഇതിന്റെ വീഡിയോ ചോദിക്കുന്നുണ്ട്, ഈ കുർത്താടെയും പൈജാമയുടെയും. പക്ഷെ എനിക്ക് അത് എപ്പോഴും വീഡിയോ നോക്കി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് ആ വീഡിയോ നോക്കിയിട്ട് കറക്റ്റ് ചെയ്താണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാത്തത്. അല്ലാതെ ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഒരുവിധം തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഡ്രസ്സ് കണ്ടാൽ തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും
എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ഹിന്ദി ചാനൽസിൽ, ഹിന്ദി യൂട്യൂബ് ചാനൽസിൽ നന്നായിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാതെ തമിഴ് ചാനൽസിലും അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ കുർത്ത തയ്ക്കുന്നതൊന്നും. അപ്പം എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഇടാം. ഇപ്പം എന്തായാലും ഇത് ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിരിക്കും ഇതുപോലത്തെ വീഡിയോസ് അല്ല, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചോദിച്ചു വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കുമോ, അവർക്ക് ഓർഡർ സമയത്തിന് ചെയ്തു കൊടുക്കുമോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്ത കേട്ടോ. ഇതുപോലത്തെ ആൺകുട്ടികളുടെ അടുത്ത് മിക്കതും അങ്ങനെ അത് നമുക്കിങ്ങനെ ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനേ നോക്കത്തുള്ളൂ. കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നാണല്ലോ മെയിൻ, അല്ലാതെ യൂട്യൂബ് വീഡിയോ ചെയ്യുക എന്നുള്ളതല്ലല്ലോ. അപ്പം അതിലോട്ടാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോസ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഒത്തിരി ഓർഡേഴ്സ് ഇപ്പം ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. പിന്നെ പിള്ളേർ വീട്ടിൽ തന്നെ ഉണ്ട്. പണ്ടെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ ഞാൻ അമ്മയുടെ അവിടെ കൊണ്ടാക്കിയിട്ടാണ് ഓർഡേഴ്സും പിന്നെ യൂട്യൂബും മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിള്ളേർ വീട്ടിലുണ്ട്, ഓർഡേഴ്സും ഉണ്ട്. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിള്ളേരെ ഒരുവിധം ഒതുക്കിയിട്ട് ഞാൻ ഇതിൻ്റെ പണി തുടങ്ങുമ്പോൾ എങ്ങനെ വന്നാലും 2 മണി കഴിയും. പിന്നെ പെട്ടെന്നാണ് ഒരു 7 മണിയൊക്കെ ആവുന്നത്. അപ്പോൾ പിന്നെ ചായ 6 മണിക്കൊക്കെ ഇപ്പം ചായ ഓടി കേട്ടോ. അപ്പം അതുമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കൊരു എംബ്രോയിഡറി സീരീസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ 2 വീഡിയോസ് ഇട്ടു. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം അതിനധികം വ്യൂവേഴ്സ് ഉണ്ടാവത്തില്ല എന്നുള്ളത്. അപ്പം എന്നാലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ട്. ഒരു 1000 വ്യൂ ഒക്കെ ഒരു ദിവസം കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. അപ്പം അത് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം ചിലർ പറയുന്നുണ്ട് അവർക്ക് മെഷീൻ ഇല്ലാത്തത് കൊണ്ട് അവർ ആ വീഡിയോ കാണുന്നില്ല എന്ന്. അപ്പം മെഷീൻ ഇല്ലെങ്കിലും ഈ മെഷീൻ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതിയിലാണ് ഞാൻ കൂടുതലും പറയുന്നതിനകത്ത്. കുറച്ചും കൂടെ വേറൊരു രീതിയിൽ, അതായത് മെഷീൻ ഉള്ളവർക്ക് മാത്രം പ്രയോജനപ്പെടുന്ന രീതിയിലല്ല, മെഷീൻ ഇല്ലാത്തവർക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിൽ ചെയ്ത ഒരു പൂച്ചക്കുട്ടിയാണ് കണ്ടിരിക്കുന്നത്. ആപ്ലിക് വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതാണ് ഈ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കാം, ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു മാസ്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മാസ്ക് മറ്റേ ഇങ്ങനെ എടുത്തിട്ട് കിട്ടുന്ന മാസ്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാസ്ക് ഒത്തിരി പേര് ചോദിച്ചതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറേ തയ്ച്ച് സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഒത്തിരി ഭയങ്കര റെസ്പോൺസ് വന്നു. പക്ഷെ എനിക്ക് മാസ്ക് അങ്ങനെ തയ്ക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം അതൊരു ഇച്ചിരി മെനക്കെട്ടൊരു പരിപാടിയാണ്. അപ്പം കുറേശ്ശെ തയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിനൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം കുറേ ദൂരെ നിന്നൊക്കെ ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ വേണമെങ്കിൽ നല്ലൊരു ഐഡിയ ആണ്. പ്രത്യേകിച്ചും പറഞ്ഞാൽ അങ്ങനെ പുറകിലോട്ട് തൂവാല പോലെ കെട്ടുന്ന ആ ഒരു മാസ്കിന് ഒത്തിരി ഡിമാൻഡുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതുപോലെ നമ്മൾ കെട്ടുന്ന മാസ്കില്ല, ഇത് ഞാൻ കൊടുക്കാനായിട്ട് തയ്ച്ചു വെച്ച മാസ്കാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെയറായിട്ട് അപ്പുറവും ഇപ്പുറവും 2 തുണിയുടെ മാസ്കാണ്. അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ, അങ്ങനെ തയ്ച്ച മാസ്കാണ്. ഇതിപ്പം ഞാൻ തയ്ച്ചിട്ട് ഒത്തിരി ഈ കളറെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് വേറെ ഒത്തിരി ഓർഡർ എനിക്ക് വന്നു. അല്ലാണ്ട് ഞാനൊരു 10-50ഓളം മാസ്ക് വേറെ തയ്ച്ചു കൊടുത്തു. അപ്പോൾ വേറെ കളറിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സാണ്. ഇത് നിങ്ങൾക്ക് വെട്ടി തയ്ക്കാൻ ഒരെണ്ണത്തിന് ഒരു 15 മിനിറ്റ് എന്തായാലും എടുക്കും. പിന്നെ തുണിയുടെ ചിലവ് ഇതെല്ലാം കൂടെ കൂട്ടി നിങ്ങൾക്ക് എത്ര വരുന്നു? ഇത് ഒറ്റയടിക്ക് തുണി മേടിച്ചിട്ട് വെട്ടുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. അപ്പം ഞാൻ പറഞ്ഞ പോലെ പാറ്റേൺ വെച്ച് വെട്ടിയിട്ട് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കൂടുതലും ലേഡീസിനായിരിക്കും ഇതിഷ്ടം. കൂടുതലും എനിക്ക് ലേഡീസാണ് കൂടുതലും ചോദിച്ചേക്കുന്നത്. നല്ലൊരു ബിസിനസ് ആയിരിക്കും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2-3 എണ്ണം തയ്ച്ച് പലർക്കൊന്ന് കൊടുത്തു നോക്കുക.
നിങ്ങൾക്ക് ഉറപ്പായിട്ടും എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് ഒരേപോലെ തന്നെ ഉള്ളത് തയ്ച്ചുകൊണ്ടിരിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ പറയുന്നത്. ഞാൻ എന്നാലും റിക്വസ്റ്റ് വരുന്നതനുസരിച്ച് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളവർക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ഒരു റേറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദൂരമുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പം കൊറിയർ ചാർജും കൂടെ വരുമ്പം മാസ്കിൻ്റെ ഇരട്ടി വില കൊറിയർ ചാർജിന് പോകും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്കത് നഷ്ടമായിരിക്കും. അപ്പം ആ ഏരിയയിലുള്ള നിങ്ങൾക്കൊക്കെ അതൊക്കെ ചെയ്തു കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പം ഓർമ്മയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എന്താണ് ബ്ലൗസിൻ്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നു. അത് ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ബ്ലൗസിൻ്റെ വീഡിയോ ഇടാത്തത്. വെട്ടി ഒന്ന് രണ്ടെണ്ണം തയ്ച്ചുള്ളൂ. അത് അങ്ങോട്ട് ശരിയായി ക്ലിയറായിട്ട് എനിക്ക് തന്നെ മനസ്സിലാവാത്ത കാര്യം നമ്മൾ പറഞ്ഞു തരുന്നത് ശരിയല്ലല്ലോ. അപ്പം അത് ഒന്ന് ക്ലിയർ ആവട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫ്രോക്കിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ എംബ്രോയിഡറി സീരീസ് തുടർന്നും ഉണ്ടാവുന്നതാണ്. ഇതുവരെ ഞാൻ അടുത്ത വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതിന് കാലതാമസം ഉണ്ടാവും. പിന്നെന്താ പിന്നെ വഴിയെ ഓരോ വീഡിയോസ് വരുന്നതായിരിക്കും. അന്ന മൊട്ടയടിച്ച കാരണം അന്ന പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഉടനെ ചെയ്യുന്നതല്ല എന്നവൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് താമസം അവിടെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഓർഡേഴ്സ് എല്ലാം ഒതുങ്ങിയതിന് ശേഷം വീഡിയോസ് ചെയ്യാമെന്നാണ്. നടക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനി എൻ്റെ പണിയിലേക്ക് ഞാൻ കടക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പണിയിലേക്കും കടക്കുക. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.